ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രിയങ്കരായ സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, കർഷക സുഹൃത്തുക്കളെ, സ്നേഹിതരെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ സമ്മേളനത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് നീണ്ട ജൈത്രയാത്രയുടെ മഹാവിജയമാണ് ഈ തിരുനക്കര മൈതാനത്ത് തടിച്ചുകൂടിയ 10,000ങ്ങളുടെ സാന്നിധ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി എന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനപ്പുറം ഒരു ഹൃദയ വികാരമാണ്. ഇത് തെളിയിക്കുന്നതാണ് ഈ മഹാസമ്മേളനം. കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈ സുവർണ ജൂബിലി ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയ എൻ്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എൻ്റെ അഭിവാദ്യം ഞാൻ നേർന്നുകൊള്ളുകയാണ്. സ്നേഹിതരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കേരള കോൺഗ്രസ് പാർട്ടി മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകൾ നമുക്ക് ലഭിച്ച അനുഭവങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഊർജം ലഭിച്ചുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒന്നുകൂടി പറഞ്ഞ കേരള കോൺഗ്രസ് പാർട്ടി ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുവാൻ പോകുകയാണ്. സ്നേഹിതരെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈ ജൈത്രയാത്രയ്ക്ക് കരുത്ത് നൽകുന്നത് എന്താണ്? ഒന്ന്, ആശയപരമായ അടിത്തറയുള്ള നമ്മുടെ അധ്വാനവർഗ സിദ്ധാന്തമാണ്. 2, നമുക്കറിയാം, കഴിഞ്ഞ 50 വർഷക്കാലം നമുക്ക് നേട്ടങ്ങൾ മാത്രമല്ലായിരുന്നു, വിജയങ്ങൾ മാത്രമല്ലായിരുന്നു, നമുക്ക് പരീക്ഷണങ്ങളുണ്ടായിരുന്നു, വെല്ലുവിളികളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ, ആ സാഹചര്യങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിയെ ആ രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ ഉലയാതെ, ഒരു പോർവ് പോലും ഏൽക്കാതെ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഈ സമ്മേളനത്തിൽ ചെറുതും വലുതുമായ ജാഥയുമായി ഗ്രാമങ്ങളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് എന്റെ മുമ്പിലിരിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന ഓരോ നിങ്ങൾ പ്രവർത്തകരാണ് ഈ പാർട്ടിക്ക് കരുത്ത് നൽകിയത് എന്ന് ഈ നേതാക്കളുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യം വഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എംഎൽഎമാരും മറ്റു നേതാക്കന്മാരും എനിക്ക് സംസാരിക്കുവാനുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ കാർഷിക പ്രശ്നങ്ങൾ സംസാരിച്ചു. നമുക്കറിയാം, കർഷകരെ ഒരു സംഘടിത ശക്തിയായി മുന്നോട്ട് നയിച്ചത് കേരള കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. കർഷകർക്ക് വേണ്ടി സംസാരിക്കുവാൻ മറ്റൊരു പ്രസ്ഥാനമില്ലായിരുന്നു. പലരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ സംഘടിത ശക്തിയായി മുന്നോട്ട് നയിക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയാനാഗ്രഹിക്കുന്നു. കർഷക പ്രശ്നങ്ങൾ ഉൾപ്പെടെ കേരള സംസ്ഥാനത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, വേർപെട്ട് ചിന്തിച്ചുകൊണ്ട് ഇന്ന് ഈ സുവർണ ജൂബിലിയിൽ രൂപം കൊടുക്കുവാൻ പോകുകയാണ്. അത് പ്രധാനമായും 1-2 കാര്യങ്ങൾ പാർട്ടി ചെയർമാനോട് സൂചിപ്പിക്കുകയുണ്ടായി. പാവപ്പെട്ടവരെ, വനിതകൾ,
ഇന്ന് സമൂഹ വിഭാഗം ഉൾപ്പെടെ അതിൽ 50% പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെ സഹായിച്ചുകൊണ്ടുള്ള പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകും. വേർപെട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്കറിയാം, കേരള സംസ്ഥാനത്ത് ആദ്യമായി കഴിഞ്ഞ 20-25 വർഷക്കാലം കേരള കേരളത്തിന്റെ മക്കളായി ജീവിച്ചു വരുന്ന നമ്മുടെ തൊട്ടയലോകത്തുള്ള തമിഴ് വംശക്കാരെ നമ്മുടെ സഹോദരനായി സ്വീകരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ദിനക്കൊണ്ടിനെ നമ്മൾ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ചിത്രം നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് വളരെ വിപ്ലവകരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കേരള സമൂഹത്തെ മുഴുവൻ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ പദ്ധതി കാരുണ്യ ലോട്ടറി. അതൊരു ലോട്ടറി അല്ല, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനസമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോയ ഒരു പദ്ധതിയാണ്. അങ്ങനെ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും അതുപോലുള്ള വേറുപെട്ട പദ്ധതികൾ നമുക്ക് തുടക്കം കുറിക്കുവാൻ കഴിയണം. ഇന്ന് തന്നെ ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹം മാരകമായ രോഗത്തിന് പിടിപെട്ടു. ആ പിടിപെട്ട് വെച്ച് മരണത്തിന് മല്ലിട്ട് കിടക്കുമ്പോൾ മരണമടയും എന്ന് പൂർണ്ണമായി ആ കുടുംബം വിശ്വസിച്ചപ്പോൾ ഭാര്യയും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഇന്ന് കേരള സമൂഹത്തിന് പത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രായപൂർത്തിയാകാത്തവരുടെ മാതാപിതാക്കൾ എത്രയോ ആളുകൾ അപകടത്തിലും അല്ലാതെയും മരണമടയുന്നു എന്നുള്ളതാണ്. അവർക്ക് ആശ്രയമായ കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. തീർച്ചയായും അങ്ങനെയുള്ള ജനവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ, അവരെ സംരക്ഷിക്കുവാൻ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട്, ഒരു സ്കീം തയ്യാറാക്കുവാനായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അത് കേരള സർക്കാർ മുന്നോട്ട് വെക്കേണ്ടതാണ്. അതിനുള്ള പദ്ധതികൾ അത് ലോട്ടറി ആകാം, ടാക്സിൽ കൂടിയാകാം. പക്ഷെ അങ്ങനെ നിരവധി ഇന്ന് സാമൂഹ്യ പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവർ, അവരെ സഹായിക്കുവാൻ, അവർക്ക് പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ ഇന്ന് കേരള കോൺഗ്രസ് പോലുള്ള പ്രാദേശിക പാർട്ടി മുന്നോട്ട് വന്നത് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന. അതുകൊണ്ട് തന്നെ ഈ ആഘോഷം, ഈ സമ്മേളനം വളരെ സുപ്രധാനമാണ് എന്ന് പറയാനാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രസക്തി എന്താണ് എന്ന് ചോദിക്കും പലപ്പോഴും. കേരള കോൺഗ്രസ് പാർട്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കും. പക്ഷേ കഴിഞ്ഞ 50 വർഷക്കാലം കേരള കോൺഗ്രസ് പാർട്ടി എന്നൊരു പ്രസ്ഥാനമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സാമൂഹ്യ മുന്നേറ്റം എത്രമാത്രം പിന്നോക്കം പോകുമായിരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോഴാണ് കേരള കോൺഗ്രസ് പാർട്ടി ഈ സമൂഹത്തിൽ ചെയ്ത സംഭാവനകൾക്ക് തിളക്കമേകുന്നത്. ഇന്ന് കോട്ടയം ജില്ലയിൽ പോലും നമുക്കറിയാം, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരുപക്ഷെ സാധാരണ രീതിയിൽ ജനപ്രതിനിധികളായി കഴിയുമ്പോൾ രാഷ്ട്രീയം നോക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, ഈ കോട്ടയം ലോകസഭാ മണ്ഡലത്തില് ഏറ്റവും കഴിഞ്ഞ 2009 കാലഘട്ടത്തില് തിരഞ്ഞെടുപ്പില് ഏറ്റവും ഭൂരിപക്ഷത്തിൽ പുറകോട്ട് പോയത് അല്ലെങ്കിൽ പിന്നോട്ട് നിന്ന ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് വൈക്കം നിയോജക മണ്ഡലമാണ്. പക്ഷെ ജനപ്രതിയായതിനു ശേഷം ഞാൻ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വികസനം വേണ്ടത്, ഏറ്റവും കൂടുതൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരുപക്ഷെ കേരള സംസ്ഥാനത്തുള്ള വൈക്കം നിയോജക മണ്ഡലം എന്ന് പരിശോധന കാണുകയുണ്ടായി.
പക്ഷെ അവിടെ ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനമായ ആ നിയോജക മണ്ഡലത്തിൽ ചെന്നെത്തിക്കുകയുണ്ടായി. കേരള കോൺഗ്രസിന്റെ കാര്യമെടുത്താലും ഇത് തന്നെയാണ്, ഏത് MLA-മാരുടെ കാര്യമെടുത്താലും ഇത് തന്നെയാണ്. കേരളത്തിലെ ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ അവതരിപ്പിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ ഒരിക്കലും അവരെ രാഷ്ട്രീയം നോക്കിയില്ല, വോട്ട് ബാങ്ക് നോക്കിയില്ല. ഒരുപക്ഷെ കർഷക തൊഴിലാളി എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്ന ഒരു സമൂഹമാണെങ്കിലും അവിടെ നമ്മൾ കണ്ടത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ കർഷക തൊഴിലാളികൾക്ക് നമുക്ക് പെൻഷൻ കൊടുക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞിട്ടുള്ളത് എവിടെയാണെങ്കിലും പിന്നോക്കം നിൽക്കുന്ന മേഖല അവിടെ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, അതിർത്തി നോക്കാതെ ഇന്ന് നമ്മൾ മുന്നോട്ട് അവരെ മുന്നമനത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഞാൻ വാക്കുകൾ ചുരുക്കുന്ന സ്നേഹിതരെ. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ച പുതിയ യുഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് ശതാബ്ദിയിലേക്ക് കടക്കണം. തീർച്ചയായും അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഒരു തിരുത്തൽ ശക്തിയായി നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇന്ന് ജനങ്ങളോടൊപ്പം നമുക്ക് പോകുവാൻ കഴിയണം, സംഘടിച്ചു പോകുവാൻ കഴിയണം. അതിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിൽ നിന്നും ത്യാഗം ചെയ്ത് ഇന്നലെ തന്നെ പോകുന്ന പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ പ്രത്യേകിച്ച് ഈ സമ്മേളനം വലിയ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പദ്ധതിയിട്ടതല്ല. ഒരു 10-12 ദിവസം മുമ്പാണ് നമ്മൾ ആലോചിച്ചത് ഒരു മനോഹരമായ മഹാസമ്മേളനമാക്കണമെന്നുള്ളത്. അതിനുവേണ്ടി ഒരു പദ്ധതിയും ആലോചിച്ചില്ല. പക്ഷേ സ്പോണ്ടേനിയസ് ആയി ഇന്ന് കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സുഹൃത്തുക്കളും എല്ലാവരും ഈ ആഘോഷ സുവർണ ജൂബിലി വിജയിപ്പിക്കുവാനെത്തിയത് 10,000-കണക്കിന് പ്രവർത്തകരുണ്ട്. അവരെ എല്ലാവരെയും ഒരിക്കൽ ഹൃദയം കൊണ്ട് നന്ദി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.